ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് അൽഫാം മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മന്തി ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് അൽഫാം മന്തിയാണ്. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. വെറും കുക്കർ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം ആണ്. ഇതിനായിട്ട് ഇപ്പം ഞാൻ ഒരു സ്കിന്നി ചിക്കന് മുഴുവനായിട്ടും വാങ്ങിച്ചിട്ട് ഇതുപോലെ 4-5 വലിയ പീസാക്കിയിട്ട് ചിക്കൻ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 2-3-4 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. വിനാഗിരിയും ഉപ്പും നല്ല പോലെ ഒന്ന് ചിക്കൻ പീസസിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്തേക്കൊക്കെ നല്ല പോലെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഓരോ പീസ് ചിക്കനും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല പോലെ അടിച്ച് പരത്തിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നത് നമ്മുടെ ചപ്പാത്തി റോളർ ഉപയോഗിച്ചിട്ടാണ്. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ പീസും ഒന്ന് അടിച്ചു പരത്തിയെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ടിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും എത്രത്തോളം നിങ്ങൾ എടുക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ ഇത്രത്തോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഇപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ട് അതിനെ 2ആയിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഇത്രത്തോളം അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം, ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര്, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പൊ ഇതാ കണ്ടോ, നമ്മുടെ അൽഫാമക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കണം. അപ്പോൾ ചിക്കനിലേക്ക് ചേർക്കുന്നതിന്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വിനാഗിരി ഒക്കെ തേച്ച് വെച്ച ചിക്കനിൽ താഴെ കുറച്ച് വെള്ളം മാതിരി വന്നിട്ടുണ്ടാവും. ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമ്മുടെ മസാല ഇതിലേക്ക് ഇടാൻ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്ത വേറൊരു ടേസ്റ്റ് ആണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഈ മസാല എല്ലാം കൂടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കണം. ഇങ്ങനെ മസാല തേച്ച് വെച്ച ചിക്കനെ മിനിമം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കണം. രാവിലെയൊക്കെ മസാല തേച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ എടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ നല്ല പോലെ ചിക്കൻ്റെ അകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഗ്രില്ല് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഗ്രില്ലറിന്റെ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ദോശക്കല്ലിൽ ചെയ്യാം. ഇനി അതല്ലാണ്ടെങ്കിൽ നിങ്ങളടുത്ത് സാധാരണ കമ്പിയുടെ ഗ്രില്ല് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഗ്രില്ലറിന്റെ പാൻ ആയതുകൊണ്ട് ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്തിട്ട് ചിക്കനെ ഇതിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് തിരിച്ചു മറിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. കൂടുതൽ കുക്ക് ആവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരു സൈഡ് ഒരു 10 മിനിറ്റ് വെക്കുക, എന്നിട്ട് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒരു 10 മിനിറ്റ്, അത്രയും മതി. ഇതുപോലെ എല്ലാ ചിക്കൻ പീസും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം. റൈസിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബസുമതിയുടെ ലോങ് റൈസ് ആണ് കേട്ടോ. ഇതാ ഈ ഒരു റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ നല്ല പോലെ ഒന്ന് കഴുകി വെച്ചാൽ മതി, വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് റൈസ് വേവിക്കാം.
ഇതിനായിട്ട് ഇപ്പൊ ഞാൻ വെള്ളം വാർത്തെടുക്കുന്ന മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രയാണോ റൈസ് എടുക്കണത് അതിന്റെ ഒരു 3.5 ഇരട്ടി വെള്ളം വേണം കേട്ടോ എടുക്കാന്. ഞാനിപ്പോ ഒരു 3/4 കിലോ റൈസ് ആണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഈ ഒരു അളവ് കൊണ്ട് തന്നെ ഒരു 5 പേർക്ക് നന്നായിട്ട് കഴിക്കാനും വേണ്ടി മാത്രം ചോറുണ്ടാവും. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു 2 കഷ്ണം പട്ടയും 2 ഏലക്കായും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പിന്റെ അളവ് ശ്രദ്ധിക്കുക, കാരണം ഉപ്പിന്റെ ഒരു ടേസ്റ്റ് വെള്ളത്തിൽ എടുത്ത് നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ റൈസിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ റൈസ് ഒരു 3/4 വേവാകുമ്പോഴത്തേക്കിന് വെള്ളത്തിൽ നിന്നും വാർത്തു മാറ്റണം കേട്ടോ. ഇപ്പൊ റൈസ് ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് വെള്ളത്തിൽ നിന്നും വാർത്തെടുത്ത് മാറ്റി വെക്കുക. ഇനിയിപ്പോ ഒരു കുക്കർ എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓൾ സ്പൈസസ് ചേർക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയാണ് ഇപ്പൊ ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് ചേർക്കാം. പിന്നെ ഇപ്പൊ ഞാൻ ഒരു 3 മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ചേർക്കേണ്ടത് നാരങ്ങയാണ്. ഉണക്ക നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം ചേർക്കുക, പച്ച നാരങ്ങ ആണെങ്കിൽ 1ന്റെ പകുതി ചേർക്കുക കേട്ടോ. ഉണക്ക നാരങ്ങ ഇവിടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എനിക്ക് അവൈലബിൾ അല്ല, അപ്പൊ ഉണക്ക നാരങ്ങയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം മന്തി മസാലയാണ് കേട്ടോ. ഇതും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. ഞാനിപ്പോ ഒരു 5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ മസാല തേച്ച് വെച്ച ചിക്കനെ നേരിട്ട് ചേർക്കുകയാണ്. ഫ്രൈ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ, മസാലയോട് കൂടെ അങ്ങനെയാണ് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മളിപ്പോ വേവിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർക്കാം. പിന്നെ ലാസ്റ്റ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് അതും കൂടെ ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വേണമെന്നില്ല, ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഇപ്പൊ ഇത് ഞാൻ ഒരു ബൗളില് ഒരു ചിരട്ട കത്തിച്ചിട്ട് അതിന്റെ കനൽ കുറച്ചെടുത്തിട്ട് ഈ ചോറിന്റെ നടുവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കനൽ ചൂടോട് കൂടെ വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനിപ്പോ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാം ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത് ഇങ്ങനെ പുകഞ്ഞു വരും. അതോട് കൂടി കുക്കർ അടക്കുക. എന്നിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് തീ പറ്റെ കുറച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ അടിച്ചെടുക്കുക. ഇതിന്റെ മുന്നേ ഞാനൊരു മന്തിയുടെ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിസിലോണ്ട് മന്തി കുക്കായിട്ട് വരുമോന്ന്. പിന്നെ ഒരു വിസിലോണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കുക്കായിട്ട് വരും. കാരണം ആ ഒരു വിസിൽ വരാനും തന്നെ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ടൈം എടുക്കും കേട്ടോ. ഒരു വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ നല്ല പോലെ പോയതിനു ശേഷം കുക്കർ തുറക്കുക. എന്നിട്ട് ഈ തീക്കനലൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇളക്കി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ പീസ് എല്ലാം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വേണ്ടായിരുന്നു എന്ന് തോന്നൂല, അത്രയ്ക്കൊരു ടേസ്റ്റ് ആണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ കാണാം, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.